ഭാര്യമാരോടും കുട്ടികളോടൊക്കെ നല്ല സ്വഭാവമാവുക, അതാണ് അവിടത്തോടുള്ള മഹബത്തിൻ്റെ അടയാളം. ഷെഹറാൻ ഇമാം പറയുന്നുണ്ടല്ലോ, എൻ്റെ ഭാര്യക്ക് അസുഖമായപ്പോൾ കുറേ കാലം കിടത്തത്തിലായപ്പോൾ ഓൾക്ക് സ്വന്തമായിട്ട് കാഷ്ടിക്കാനും മൂത്രിക്കാനും കഴിയാത്തപ്പോൾ ഞാൻ ഈ 2 കൈ കൊണ്ട് അവൾക്ക് വൃത്തിയാക്കി കൊടുത്തത് 300 കിതാബ് എഴുതിയ മഹാന പറയണത്. കുട്ടി കാഷ്ടിച്ച പമ്പേഴ്സ് ബാത്റൂമിൻ്റെ ഫ്ലഷിൻ്റെ മേലെ കണ്ടാൽ തന്നെ ചൂടാകുന്നവരോടാ ഈ സംസാരം. ഞാൻ എന്നോട് പറഞ്ഞില്ലേ എന്ത് അവിടെ വെക്കരുത്, എന്ത് പമ്പേഴ്സ് അതെന്താ സാധനം, അതിൻ്റെ ഉള്ളിൽ എന്നാ കാഷ്ടം, ആരുടെ കുട്ടീൻ്റെ ഷെഹറാൻ ഇമാം തുടരുന്നുണ്ട്. പിന്നെ ഭാര്യയ്ക്ക് കുറേ കാലം അസുഖമായപ്പോൾ എനിക്ക് തോന്നി വേറെ പെണ്ണിനെ കിട്ടിയാലോ, എനിക്കും ശരീര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് തോന്നി വേണ്ട, കാരണം അവൾക്കിപ്പോൾ ശരീരത്തിന് അസുഖമുണ്ട്, ഞാൻ വേറെ ഒന്ന് കെട്ടിയ പെണ്ണിൻ്റെ മനസ്സും തളർന്നു, വേണ്ട. പിന്നെ 3-മത്തത്, പാതിരാക്ക് കുട്ടി എഴുന്നേറ്റാൽ ആ കുട്ടീനെ എടുത്തിട്ട് അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കളിപ്പിക്കും, ചിലപ്പോൾ സുബി വരെയൊക്കെ കളിപ്പിക്കും. എന്തിന്? എൻ്റെ ഭാര്യ ചെറുക്ക് ഉറങ്ങിക്കോട്ടെ. എന്താ വാക്കല്ലേ.